ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ഗെയിം ഇന്നിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി ഒരു ഗെയിം തന്നെ ആയിരുന്നു കേട്ടോ. അതായത് യേശു ക്രിസ്തുവിനെ നമ്മൾ ഇങ്ങനെ കുരിശിലാക്കില്ലേ, അതുപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അതായത് ആ മുകളിലത്തെ കൈ മുകളിലായതുമ്പോൾ പിടിച്ചാണ് വിടരുത്, കൈ വിടരുത്, കാലുകൾ അധികം ഇതാക്കാനും പാടില്ല. അതല്ലാണ്ട് ഇവിടെ വേറെ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഫസ്റ്റ് എത്തിയത് ആര്യനും, സാബുമോൻ, നൂറ, അനുമോളാണ്. 4 പൊസിഷനിൽ ഇവരിങ്ങനെ വന്നു. ഇതിലാദ്യം തന്നെ കിട്ടിയത് ഷാനവാസായിരുന്നു. ഷാനവാസ് ഗെയിം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയത്. അതിനുശേഷം വന്നത് നിവിനാണ്. നിവിൻ ഭയങ്കര ഒരു ഓവർ ഷോയും കാര്യങ്ങളും കാണിച്ചിട്ട് നിവിൻ കിട്ടിയതു. പിന്നെ അനീഷാണ്. അനീഷിന് ഈ ടാസ്ക് അധികം വഴങ്ങുന്നൊരു ടാസ്കല്ല അനീഷ് കിട്ടിയതു. അതിനുശേഷം അക്ബർ കിട്ടിയതു. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഓരോരുത്തരും കിട്ടിയത്. ഇതിനിടയിൽ നെക്സ്റ്റ് ആദിലയായിരുന്നു. ആദിലയുടെ കണ്ണിൽ ഇരുട്ട് കയറി ആദില എന്താ പറയുക തലയിറങ്ങി വീണു. അതിനുശേഷം അങ്ങോട്ടേക്ക് പിന്നെ കണ്ടത് ഒരു ഒന്നൊന്നര ഫൈറ്റാണ്. ഒരുപാട് നേരം പെയിൻ എടുത്തിട്ടാണ് അനുമോൾ കൈ റിലാക്സ് ആക്കിയത്. അങ്ങനെ അനുമോൾക്ക് 6 പോയിന്റ് കിട്ടി. പിന്നെ നൂറ ആ രണ്ട് എന്താ പറയുക ആര്യനും സാബുമോൻ്റെ ഇടയിനകത്ത് എത്രത്തോളം നേരം പിടിച്ച് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നേരം നൂറ പിടിച്ച് നിന്നിട്ട് നൂറ 7ാമതാണ് കിട്ടിയത്. അതിനുശേഷമാണ് സാബുമോനും ആര്യനും തമ്മിലുള്ള വൻ ഫൈറ്റ്. ഈ സമയത്ത് അവിടെ നിന്നിരുന്ന എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് അനുമോൾ വന്ന മൈക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്തായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ആര്യൻ്റെ ഒരു ബ്രില്യൻ ഗെയിമിലൂടെയാണ് സാബുമോൻ വീഴുന്നത്. കാരണം ആര്യൻ സംസാരിക്കുമ്പോൾ ഓൾറെഡി സാബുമോൻ സംസാരിക്കുന്ന സമയത്ത് കൈ എടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. കൈ എപ്പോഴും പുള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വർത്താനം പറയും. ആളുടെ ചുണ്ട് വർത്താനം പറയുന്നതിനേക്കാൾ സ്പീഡിലായിട്ട് സാബുമോൻ്റെ കൈ വർത്താനം പറയും. ആ ഒരു സംഭവമാണ് ആര്യൻ എടുത്തിവിടെ പ്രയോഗിച്ചത്. കറക്റ്റ് ടൈമിനകത്ത് ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോൾ സാബുമോനെ കൈ എടുത്ത് സംസാരിച്ചു. അങ്ങനെ ബിഗ് ബോസ് പറയാണ് സാബുമോൻ ഔട്ടായി എന്ന്. എന്തായാലും സ്കോർ ബോർഡ് നോക്കുമ്പോൾ നമുക്കറിയാം ആര്യനാണ് ഫസ്റ്റ് എത്തിയത്, സാബുമോനാണ് രണ്ടാമതെത്തിയത്, നൂറയാണ്, അതിനുശേഷം അനുമോളാണ് പിന്നീട്. ഇവിടെ ടിക്കറ്റ് ഫിനാലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഉറപ്പായിട്ടും ആര്യൻ ഒരുപാട് മുന്നിലല്ല. ആര്യന് താഴെയുള്ള 4 സ്ഥാനക്കാർക്ക് ആര്യനെ ഓവർകം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇനിയുള്ള ഗെയിമിനകത്ത് 6ഉം 5ഉം 8ഉം സ്ഥാനങ്ങളൊക്കെ നേടുകയാണെങ്കിൽ പോലും ആര്യനെ ഓവർകം ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, ഈ ഒരു ഗെയിം അൺപ്രഡിക്റ്റബിൾ തന്നെയായിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തമായിട്ടുള്ള ലീഡ് വന്നാൽ മാത്രമാണ് ഒരാൾ വിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആകാംക്ഷഭരിതമായിട്ട് കാത്തിരിക്കാമല്ലേ ടിക്കറ്റ് ഫിനാലെ ആര് തൂക്കും, ആരേറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.